വിശദീകരിച്ച് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാ. രണ്ടാമത് മറ്റൊരു കാര്യം, ഈമാന്റെ ശക്തമായ ഈമാനിന്റെ ഉടമയുടെ അടയാളം അള്ളാന്റെ മാർഗത്തിൽ അവന്റെ സമ്പത്ത് ചെലവഴിക്കാൻ ഒരു പ്രയാസവും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതേപോലെ അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ, അള്ളാഹ് ഇഷ്ടപ്പെട്ടതിന് അവർ ഇഷ്ടപ്പെടും, അള്ളാഹു ദേഷ്യപ്പെട്ടതിന്റെ പേരിൽ അവർ ദേഷ്യം വെക്കും. അതിന്റെ പേരിൽ ആര് പണങ്ങിയാലും പ്രശ്നമില്ല. മഹാനായ ശൈഖുനായ അടുത്തറിയുന്നവർക്ക് അതിന്റെ വ്യക്തമായി അതൊക്കെ മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ. ഏതായിരുന്നാലും പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വാലിഹീങ്ങളിൽ പെടുത്തണമെന്ന് തേടിയാൽ പോരാ, തീർച്ചയായും ഈ പറയപ്പെട്ട അടയാളങ്ങൾ ശക്തമായ ഈമാൻ നമ്മളിൽ ഉണ്ടാവണം. അതേപോലെ തന്നെ ശക്തമായ തഖ്വയുടെ ആളുകളായിരിക്കണം നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു യത്തഖൂനല്ലാഹ തആല ഫിസ്സിർരി വൽ അലൻ, അത് നമ്മൾ പരസ്യത്തിലും രഹസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാവണേ. അത് സ്വാലിഹീങ്ങളിൽ പെടുത്തി തരണേ എന്ന് ദ്വാരക്കണം. ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. സ്വാലിഹീങ്ങളിൽ പെടുത്തി തരണേ എന്ന് ശ്രദ്ധിക്കേണ്ട സംഗതിയാ. നമ്മള് നാലാള് കാണുമ്പോ വലിയ ജോറ്, ആരും കാണാത്തടുത്ത് എന്തു ആവാ, അതല്ല. ഹബീബായ തങ്ങൾ പറയാണ്, എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾക്ക് അള്ളാഹു ചിറക് മുളപ്പിച്ചു കൊടുക്കുന്നതാ. നാളെ ചിറക് മുളപ്പിക്കപ്പെട്ട അവര് സ്വർഗലോകത്തിലേക്ക് ഇങ്ങനെ പാറി ചെല്ലുന്ന സമയമോ സ്വർഗ കവാടത്തിൽ നിന്ന് മലക്കുകൾ ചോദിക്കുമത്രേ, ആരാ നിങ്ങൾ ഹിസാബ് കഴിഞ്ഞിട്ടാണോ വരുന്നത്? ആ സമയത്ത് ഇവര് പറയും, മാറ ഐനാ ഹിസാബാ, ഞങ്ങൾ അങ്ങനെ ഒരു ഹിസാബ് കണ്ടിട്ടില്ല, നിങ്ങൾ സിറാത്ത് കടന്നിട്ടാണോ വരുന്നത്? അപ്പയും അവര് പറയുന്ന, മാറ ഐനാ സിറാത്താ, മലക്കുകളെ നിങ്ങൾ ചോദിക്കുന്ന ഒരു സിറാത്തും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. വീണ്ടും അവരോട് ചോദിക്കുന്നു, ഹൽ റഅയ്തും ജഹന്നമ, നിങ്ങൾ ജഹന്നമെന്ന നരകം കണ്ടിട്ടാണോ വരുന്നത്? ഈ ഒരു ചോദ്യങ്ങൾ ഇങ്ങനെ കൂടി പൊറുതികേടാൽ അവര് പറയുന്നു മലക്കുകളോട്, മാറ ഐനാ ശൈആ, മലക്കുകളെ നിങ്ങൾ ചോദിക്കുന്നത് പോലെ ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ ഡയറക്റ്റ് സ്വർഗ കവാടത്തിലേക്ക് വന്ന ആളുകളാ. ഡയറക്റ്റ് സ്വർഗ കവാടത്തിലേക്ക് വന്ന ആളുകളോ? മിൻ ഉമ്മത്തി മൻ അൻതും, ആരാ നിങ്ങള്? ഏത് നബിയുടെ ഉമ്മത്താ നിങ്ങള്? അപ്പൊ പറയുന്ന, മിൻ ഉമ്മത്തി മുഹമ്മദിൻ, പടച്ചോനെ നമുക്കൊക്കെ അല്ലാഹ് തൗഫീഖ് തന്നല്ലോ. അവര് പറയുന്ന, ഞങ്ങൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാ. അൽഹംദുലില്ലാഹ്, ഹബീബായ തങ്ങളുടെ ഉമ്മത്തിൽപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിച്ചല്ലോ. അല്ലാഹുവേ, അജലായോരു അശ്റഫുൻ നബി പാടിടോ നീവർ ആശയായി, ആഗ്രഹങ്ങളാൽ ഏറെയുണ്ട് കുബ്ബാചാരത്തിൽ ചൊന്നിടാൻ. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്.
മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ് തേടണമത് ഹബീബായ തങ്ങളിലേക്കൊന്ന് ചേരേണ്ടിയിരുന്നു. മദീന മുനവ്വറയിലെ മസ്ജിദുൻ നബവിയിലെ പച്ചക്കുബ്ബയുടെ താഴ്ഭാഗത്ത് കിടന്നുറങ്ങുന്ന ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഹദറത്തിലൊന്നെത്തേണ്ടിയിരുന്നു. വിശ്വാസിയുടെ മനസ്സ് കൊതിക്കേണ്ടതാ. അങ്ങനെ ഒരു കൊതി നിങ്ങളുടെ മനസ്സിലുണ്ടോ? വമിൻ അലമാതി മഹബ്ബതിഹി മഹബ്ബതു റുയതിഹി, ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടമുണ്ട് ജനങ്ങളെ നിങ്ങളുടെ ഖൽബിൽ എന്നതിന്റെ അടയാളമാണ്, റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടത്തിന്റെ അടയാളമാണ് എന്റെ ഹബീബായ തങ്ങളെ കാണേണ്ടിയിരുന്നു എന്ന് ഉള്ളിന്റെ ഉള്ളിൽ കൊതി വരണോ? ഖൽബിനുള്ളിൽ ഏറെ മോഹം കനവിൽ അങ്ങയെ കാണുവാൻ മുത്താറ്റൽ ത്വാഹ റസൂലേ വന്നിടുമോ എൻ ചാരേ സ്വലാത്തു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടുക, തങ്ങൾ മുൻതൂക്കം കൊടുത്തതിന് മുൻതൂക്കം കൊടുക്കുക. അത് യഥാർത്ഥ സ്വാലിഹായ മനുഷ്യന്റെ അടയാളം എന്ന് പറഞ്ഞപ്പോ സാന്ദർഭികമൊന്ന് സൂചിപ്പിച്ചതോ ഹബീബായ തങ്ങളെ കാണാൻ ഖൽബ് കൊതിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോ തോന്നുന്നുണ്ടാകും ഞാനൊരു മോശക്കാരനാണ്, ഞാനെങ്ങനെയാ ഹബീബായ തങ്ങളെ കാണുക? ഹബീബായ തെറ്റ് കണ്ടുപോയ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, ഞാൻ റസൂലുള്ളാഹിനെ കാണൂല്ല എന്ന നിരാശാബോധം നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനേ, വേണ്ട മുഅ്മിനേ, ഒരു നിരാശയും വേണ്ട. ആരാ റസൂലുള്ളാഹ്? അന്ത ഉമ്മുന അം അബൂ മറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖദ്ദു യാ സയ്യിദി ഖൈറൻ നബി യാ റസൂലല്ലാഹ്. തങ്ങളെന്റെ ഉമ്മയാണോ അതല്ല വാപ്പയാണോ അതല്ല അതിലപ്പുറമാണ്? അവരിലാരിലും ഇതുപോലെ ഒരു ഹുസ്ന് ഞാൻ കണ്ടിട്ടില്ല എന്ന് നമ്മൾ മങ്കൂസ് മൗലിദിൽ ഓതാറില്ലേ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മച്ചിയോട് നമ്മളൊന്ന് പിണങ്ങിയാൽ നമ്മൾ ഉമ്മാനോട് അതൊന്ന് പറഞ്ഞ് നേരെയാക്കാൻ